ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാരി നേരെ സരീവിൻ്റെ മുടിയെടുത്തിട്ട് അവളുടെ ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത്, DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അവർ ആ മുടി രണ്ടും ഇങ്ങനെ വേർതിരിച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് പതർച്ചയോടുകൂടി ഷാരി പറയുന്നുണ്ട്, എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിക്ക് ഒരു സംശയം, അവൾ ഇത്രയും കാലം അവളുടെ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് വളർത്തിയ മകൾ അവളുടേതല്ലേ എന്ന്. അപ്പോൾ അവർ സംശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, അതെന്താടോ അങ്ങനെ ഒരു സംശയം? അപ്പോൾ ഷാരി പറയാണ്, ഒന്നും അറിയത്തില്ല എലിസബത്തെ, ഇപ്പം അവൾക്ക് നമ്മുടെ പ്രായമുണ്ട്, അപ്പോഴാണ് ഇങ്ങനെ ഒരു സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ സംശയം തോന്നാൻ എന്താ കാരണം? അത് ചില ബന്ധുക്കളൊക്കെ അവളുടെ കുഞ്ഞല്ലെന്ന് പറഞ്ഞ് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാദിച്ചാലും സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച അമ്മയ്ക്ക് അറിയില്ലേ? അവർ ചോദിക്കുന്നുണ്ട്. അപ്പം വീണ്ടും കുറച്ചൊരു പതർച്ചയോട് കൂടി തന്നെയാണ് ഷാരി പറയുന്നത്, അതല്ല, പ്രസവ സമയത്ത് അവൾക്ക് ബോധമില്ലായിരുന്നു, ആ സമയത്ത് കുഞ്ഞിനെ മാറ്റിയതാണോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എലിസബത്ത് ചോദിക്കുന്നുണ്ട്, എത്ര ബോധം പോയാലും സ്വന്തം കുഞ്ഞിനെ അമ്മമാർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലേ? നമ്മളൊക്കെ അമ്മയായവരല്ലേ? അതെ, അതുകൊണ്ട് അവൾ തറപ്പിച്ച് പറയാ കുഞ്ഞ് അവളുടെ തന്നെയാണെന്ന്. പിന്നെ പലരും സംശയം പറഞ്ഞപ്പോൾ വെറുതെ ഒരു പരീക്ഷണം നടത്തുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും അങ്ങനെ ചെയ്യോ? ഇനിയിപ്പോൾ ഭാഗ്യക്കേടിന് കുഞ്ഞ് അവരുടെ കുഞ്ഞല്ലെങ്കിലോ? അത് കേട്ടത് ശരിക്കും ഷോക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഷാരി ഉള്ളത്. അവരുടെ ആ ഞെട്ടൽ കണ്ടപ്പോൾ തന്നെ എലിസബത്ത് പറയുന്നുണ്ട്, അത് കണ്ടപ്പോൾ നീ തന്നെ ഞെട്ടിയില്ലേ, അതിൻ്റെ 1000 മടങ്ങ് ആ കുഞ്ഞിൻ്റെ അമ്മ ഞെട്ടും. അപ്പം തന്നെ ഷാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതെ, അതിൻ്റെ 1000 മടങ്ങല്ല 10,000 മടങ്ങായിരിക്കും ഞാൻ ഞെട്ടുന്നത്. അപ്പം എലിസബത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലടോ. അപ്പോൾ ഷാരി വീണ്ടും വാശി പിടിക്കുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് നിന്നോടൊരു കാര്യം പറയുന്നത്, അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഇതൊന്ന് ശരിയാക്കി തരണം, എന്നിട്ട് കൃത്യമായിട്ട് വിവരം എന്നോട് പറയണം. ഇനിയിപ്പോൾ അവൾ സംശയിക്കുന്നത് പോലെ കാര്യങ്ങൾ വന്നാൽ നമുക്കത് അവളെ അറിയിക്കണ്ട. അതവളുടെ കുഞ്ഞാണെന്ന് തന്നെ പറയാം, എങ്കിലും നമ്മൾക്കെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാമല്ലോ. അപ്പോൾ അവർ വീണ്ടും പറയാണ്, ഓക്കെ, നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാം, എപ്പോഴാണ് റിസൾട്ട് അറിയാൻ പറ്റുക? അത് അറിഞ്ഞാലുടനെ ഞാൻ നിന്നെ വിളിക്കാം. ശരി എന്ന് പറഞ്ഞിട്ടാണ് ഷാരി അവിടുന്ന് പോകുന്നത്. പ്രകാശൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത് തന്നെ ഇരുന്നിട്ട് അമ്മ പറയുന്നുണ്ട്, മോനെ, ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നവരെയുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, എല്ലാം കല്യാണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശൻ ഇങ്ങനെ തരുത്ത് കയറുന്നുണ്ട്. ഒരു നിർവാഹമില്ല, അവളുടെ സഹായം സ്വീകരിക്കലേ മാർഗ്ഗമുള്ളൂല്ലോ ആ സമയത്ത്. അല്ല, അതിനുശേഷവും നിനക്ക് മരുന്നും മന്ത്രമൊക്കെ വേണ്ടേ? ഞാൻ ആലോചിച്ചിട്ട് എവിടെയെങ്കിലും വീട്ടുപണിക്ക് പോയേ പറ്റൂ. അപ്പോൾ പ്രകാശൻ അമ്മയെ സങ്കടത്തോടെ നോക്കുകയാണ്. നീ എന്നെ എതിർക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് പോവുക, അവർ സങ്കടത്തോടെ പറയാ. ഇത് കേട്ടുകൊണ്ടാണ് സോണി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സോണി കേട്ടപ്പോൾ തന്നെ പറയുന്നുണ്ട്, അതാ നല്ലത്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. സോണി അപ്പോൾ അകത്തേക്ക് കയറി വന്നിട്ട് പറയാ, അല്ലാതെ ഇനിയിപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല, വയസ്സാം കാലത്ത് വിശ്രമിക്കേണ്ട നിങ്ങൾ വീട്ടു ജോലിക്ക് പോകണം, മോനെയും ജയിലിൽ നിന്ന് പുറത്തു വരുന്ന കൊച്ചുമോനെയും പോറ്റാൻ. അത് കേൾക്കുമ്പം തലതാഴ്ത്തി ഇരിക്കുകയാണ് ഭാനുമതി. അതേസമയം പ്രകാശനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് സോണിയുടെ സംസാരം കേൾക്കുമ്പോൾ. അത് കണ്ടിട്ട് തന്നെ സോണി പറയുന്നുണ്ട്, എന്നിട്ടും മനസ്സിനകത്ത് ബാക്കിയുള്ളവരെ കടിച്ചു കീറാനുള്ള ദേഷ്യ. ഒന്നിനും പ്രകാശം മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോൾ സോണി പറയുന്നുണ്ട്, തൻ്റെ മോൻ മാന്യമായി ജീവിക്കത്തില്ലടോ, തന്നെയും ഇവരെയും ഒന്നും നോക്കില്ല. എനിക്ക് നല്ലൊരു ബന്ധം കിട്ടിയത് അവന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ ആൽബിയേട്ടൻ്റെ തലക്കടിച്ചത്. അവന് ജീവിക്കണമെങ്കിൽ മോഷ്ടിക്കണം, അല്ലാതെ മാന്യമായിട്ട് ജോലി ചെയ്ത് അവൻ അച്ഛനെയും അമ്മൂമ്മയൊന്നും സംരക്ഷിക്കത്തില്ല. അപ്പം ഭാനുമതിയും പറയുന്നുണ്ട്, മോള് പറഞ്ഞത് ശരിയാ, പെൺമക്കളെ തള്ളിക്കളഞ്ഞിട്ട് അവൻ അമൃതൂട്ടിയത് വലിയ തെറ്റായിപ്പോയെന്ന് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നു. അത് കേട്ടപ്പോൾ പ്രകാശൻ അമ്മയെ നോക്കുകയാണ്. അപ്പോൾ സോണി പറയുന്നുണ്ട്, നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവത്തില്ല, പ്രത്യേകിച്ച് ഇയാൾക്ക്. ഇപ്പോൾ എന്തായാലും അവൻ്റെ പടവും വാർത്തയും ഒക്കെ പത്രത്തിലൊക്കെ വന്നായിരുന്നല്ലോ, അതിനകത്ത് കായൽവാരത്ത് പ്രകാശൻ്റെ മോനാണ് പ്രതി എന്നൊക്കെ ഉണ്ട്. അത് കേൾക്കും തോറും പ്രകാശൻ്റെ ഹൃദയം ഇങ്ങനെ നിലച്ച അവസ്ഥയിലാവുക, കാരണം അത്രത്തോളം വിക്രത്തിനെക്കുറിച്ച് പ്രതീക്ഷ വെച്ചതാണല്ലോ. അപ്പോൾ സോണി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, മോന് സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടി കൊതിച്ചിരുന്നതല്ലായിരുന്നോ? അവനെ പറ്റി മേനി പറയാൻ ഒരവസരം കാത്ത് നടക്കുമായിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ എന്തായി? ഒരു കൊടും ക്രിമിനലിൻ്റെ അച്ഛനായില്ലേ? പ്രകാശൻ ഒന്നും മിണ്ടാതെ സഹിച്ച് കേട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ സങ്കടത്തോടെ ഭാനുമതി പറയുന്നുണ്ട്, മോളെ, അവന് തീരെ വയ്യ, ഇങ്ങനെയൊന്നും സംസാരിക്കാതെ. അപ്പോൾ സോണി പറയുന്നുണ്ട്, അങ്ങനെ പറയരുത്, ഇതിൻ്റെ പേരിൽ ഇങ്ങേർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇയാളെപ്പോലുള്ള അച്ഛന്മാരാ വിക്രത്തിനെ പോലുള്ള ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നേ. ജീവിച്ചിരുന്നപ്പോൾ തന്നെ നിങ്ങൾ എല്ലാ കാഴ്ചയും കണ്ടല്ലോ. സംസാരിക്കാൻ കഴിയാതിരുന്ന നിങ്ങളുടെ മോള് ഇന്ന് ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ MD-യാ. അവൾക്ക് നല്ല സമ്പാദ്യമുണ്ട്, കോടീശ്വരിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി താണ് വണങ്ങി തൊഴുതു നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അല്ലാതെ ഇനി
റിപ്പറിൻ്റെ സ്വഭാവമായിട്ട് നടക്കുന്ന നിങ്ങളുടെ മകൻ്റെ യാതൊരു സഹായവും പ്രതീക്ഷിക്കണ്ട. അവൻ മരിച്ചു എന്ന് കരുതി ജീവിച്ചോ രണ്ടാളും. പ്രകാശൻ്റെ ഹൃദയത്തിന് കുത്തി മുറിവേൽപ്പിക്കുന്ന വേദനയോടുകൂടിയാണ് കേട്ടു നിൽക്കുന്നത്. ഒരക്ഷരം പോലും പ്രകാശൻ തിരിച്ചു പറയുന്നുണ്ടായിരുന്നില്ല. ഭാനുമതി ആണെങ്കിലും പറയുന്നതൊക്കെ സത്യമാണ്, പക്ഷെ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള മാനസികാവസ്ഥയോട് കൂടി തന്നെയാണ് കേട്ടു നിൽക്കുന്നത്. അത്രയും പറഞ്ഞിട്ടെങ്കിലും തൻ്റെ കരിയൊന്ന് തീരട്ടെ എന്ന് കരുതിയിട്ടാണ് സോണി അത്രയും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത്. സോണി പോയതിന് ശേഷം ഭാനുമതി മകനോട് പറയുന്നുണ്ട്, അവൾ പറഞ്ഞതെല്ലാം നേരാ, അതുകൊണ്ടെല്ലാം കേട്ടിരുന്നല്ലേ പറ്റൂ. അത് കേട്ടപ്പോഴും അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് പ്രകാശൻ. അത് കണ്ടിട്ട് അവർ പറയുന്നുണ്ട്, നീ വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുതേ, ആദ്യം ഒന്നും വലിച്ചു കയറ്റരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പ്രഷറാണെങ്കിൽ ഒരുപാടാ. അത് കേട്ടപ്പോൾ നെഞ്ച് പൊടിഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രകാശൻ പറയുന്നുണ്ട്, എനിക്ക് മരിച്ചാൽ മതി അമ്മേ. അപ്പോൾ അവരും വിതുമ്പിക്കൊണ്ട് പറയാണ്, എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഏതായാലും വീട് പണി തെണ്ടി നടക്കാം. അമ്മയുടെ സംസാരം കേൾക്കുമ്പോൾ പ്രകാശൻ ഒന്നുകൂടെ കരയാണ്. മരുന്നെങ്കിലും വാങ്ങിക്കണ്ടേ, അവർ കരഞ്ഞോണ്ട് പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ പ്രകാശിൻ്റെ ഹൃദയം പൊടിയുന്നുണ്ട്. അങ്ങനെ ഭാനുമതി നേരെ പോകുന്നത് വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലോട്ടേക്കാണ്. വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് സുഖാണോ? അപ്പോൾ വിക്രം കളിയാക്കിക്കൊണ്ട് പറയാണ്, ജയിലിനകത്തൊക്കെ സുഖാണല്ലോ, പിന്നെ സമയാസമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട്, നിന്നെ ജയിലിനകത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് വീണതാടാ നിൻ്റെ അച്ഛൻ, ഇപ്പോഴും ആശുപത്രിയിലാ. ഇനി അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്നു എനിക്കും അറിയില്ല, അവനും അറിയില്ല. ഞാൻ ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് പോവേണ്ട അവസ്ഥയില്ല. എന്നാലും നീ ഈ ചതി ചെയ്തു കളഞ്ഞല്ലോടാ മോനെ. അവർ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ വിക്രം വീണ്ടും ഒരു ക്രൂരനെ പോലെയാണ് സംസാരിക്കുന്നത്. എന്നെ ശപിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, നിന്നെ ശപിച്ചിട്ടും കാര്യമില്ലല്ലോ, ആശുപത്രിയിലെ പൈസ കെട്ടിവെച്ചത് അവളാണ്, ആ കല്യാണി. അപ്പോൾ പല്ല് കടിച്ചു പിടിച്ച് ദേഷ്യത്തോടെ വിക്രം പറയുന്നുണ്ട്, അവളാണ് എല്ലാ ചതിയും ചെയ്തത്. ഞാനിപ്പോൾ ജയിലിൽ കിടക്കാനുള്ള കാരണവും അവൾ തന്നെയാ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ജയിലിൽ കിടക്കത്തില്ലായിരുന്നു. അപ്പോൾ അവരും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ എന്തിനാണ് അവളെ പറയുന്നത്? നിന്നോട് ആരെങ്കിലും മോഷ്ടിക്കാൻ പറഞ്ഞായിരുന്നോ? അല്ല, മോഷ്ടിക്കാൻ പോയത് പോട്ടെ, 2 ചെറുപ്പക്കാരുടെ തലയാ നീ തല്ലി പൊളിച്ചത്. സത്യത്തിൽ ആ ശരണ്യ എന്ന് പറഞ്ഞ പെണ്ണ് നിന്നെ കല്യാണം കഴിച്ചത് എന്തിനാണെന്ന് പിന്നെയല്ലേ ഞങ്ങൾ അറിഞ്ഞത്. അവളെ പിന്നെ കണ്ടായിരുന്നോ? വിക്രം ചോദിക്കുന്നുണ്ട്. ഇല്ല, കണ്ടാലും അവൾ കഴുത്തി പിടിക്കത്തേ ഉള്ളൂ. നിന്നെ അവൾ കൊല്ലാതെ വിട്ടത് നിന്റെ ഭാഗ്യാടാ. ഇനിയിപ്പോൾ 10-14 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരാമെന്നല്ലയോ പറഞ്ഞത്? അപ്പം വിക്രം പറയുന്നുണ്ട്, 14 ദിവസമൊന്നുമല്ല, പിന്നെ കോടതിക്ക് തോന്നിയാലേ എന്നെ പുറത്തു വിടത്തുള്ളൂ. അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട്, പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ നാട് വിട്ടു പോവാം. നിന്റെ കാര്യങ്ങളെല്ലാം പത്രത്തിലും ടി വിയിലും വന്നതുകൊണ്ട് നാണം കെട്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ലടാ. ഞാൻ ഇവിടെ തന്നെ ജീവിക്കും, വിക്രം പറയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ജീവിക്കുന്ന? ഇനി നിനക്കിവിടെ ഒരു നാട്ടിൽ കിളക്കാൻ പോലും പോകാൻ പറ്റത്തില്ല, അതിനു പോലും നിന്നെ ആരും വിളിക്കത്തില്ല. പിന്നെ ഇപ്പോൾ ചെയ്തതുപോലെ നിനക്ക് വല്ലവരെയും തല്ലിയും കൊന്നും പിടിച്ചു പറിച്ചും ഒക്കെ ജീവിക്കാം. അങ്ങനെയെങ്കിൽ എൻ്റെ പൊന്നു മോനെ, നീ ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരരുതേ. ഒരുത്തനാണെങ്കിൽ നിന്റെ കാര്യവും പറഞ്ഞ് കരയാനേ സമയമുള്ളൂ, എനിക്കും അങ്ങനെ തന്നെ. അതൊക്കെ കേട്ടപ്പോൾ വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് കാണാൻ വരണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് തോന്നിയ രീതിയിലേ ജീവിക്കൂ, എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ. അപ്പം അമ്മൂമ്മ പറയുന്നുണ്ട്, നിനക്ക് എന്ത് തോന്നിയാലും ശരി തന്നെ. നിന്നെ കണ്ടിട്ടിപ്പം ഞാൻ പോകാൻ പോകുന്നത് അവളുടെ അടുത്തേക്കാ, ആ കല്യാണിയുടെ അടുത്തേക്ക്. വേറൊന്നിനും വേണ്ടിയല്ല, ജോലി അന്വേഷിച്ചാ പോകുന്നത്. നിന്റെ അച്ഛന് മരുന്ന് വാങ്ങിക്കണ്ടേ, എനിക്ക് വാങ്ങിക്കണ്ടേ, അതിനൊക്കെ എവിടുന്നാ പൈസ? നീ രാജകുമാരനാണെന്ന് എല്ലാവരോടും പറഞ്ഞ ഒരുത്തനാ ഇപ്പം ആശുപത്രി കിടക്കുന്നത്. എന്തായാലും അവൻ ആഗ്രഹിച്ചതുപോലെ നിന്റെ പേരും പടവും ഒക്കെ പത്രത്തിലും ടി വിയിലും ഒക്കെ വന്നു. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നീ അവൻ്റെ മോനാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഭാനുമതി അവിടുന്ന് നേരെ പോയത് കല്യാണിയുടെ വീട്ടിലേക്കാണ്. പക്ഷെ വാതിൽ തുറന്നെടുത്തത് ദീപയാണ്. എന്ത് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാനാണ് നിൻ്റെ അമ്മായി അമ്മ, എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ദീപ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശബ്ദം കേട്ടിട്ട് കിരണും കല്യാണി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ കല്യാണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയാണ്, അയ്യോ കല്യാണി മോളെ, ഇപ്പോഴും പ്രകാശൻ ആശുപത്രിയിലാണെങ്കിൽ അവിടുത്തെ ബില്ലൊക്കെ ഞാൻ കെട്ടിയല്ലോ, കല്യാണി പറയുന്നുണ്ട്. അത്യാവശ്യം ചിലവിനുള്ള പൈസയും തന്നു, പിന്നെന്താ കുഴപ്പം? അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അവിടുന്ന് പുറത്തു വന്നാലും ജീവിക്കണ്ടേ മോളെ? അതിനിപ്പോൾ എന്ത് വേണമെന്നാ പറയുന്നത്? കിരൺ ചോദിക്കുക. ഇവിടെയോ മോൻ്റെ കമ്പനിയിലോ എന്തെങ്കിലും ജോലി തന്ന് സഹായിക്കണമായിരുന്നു. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അത്യാവശ്യം പണം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ തന്ന് സഹായിക്കാം, പക്ഷേ ജോലിയൊന്നും തരാൻ പറ്റത്തില്ല. അങ്ങനെ പറയരുതേ മോനെ, അവർ യാചിക്കുകയാണ്. പ്രകാശൻ ഇനി കുറച്ചു നാളത്തേക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ കുറച്ചു നാൾ കഴിഞ്ഞാലും ഭാരിച്ച ജോലിയൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. പിന്നെ അവൻ ഏതെങ്കിലും കടയിൽ സാധനം എടുത്ത് കൊടുക്കാനോ മറ്റോ നിൽക്കാനേ പറ്റത്തുള്ളൂ.
അതുവരെ അവന് മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കണ്ടേ, അതുകൊണ്ട് എന്തെങ്കിലും ജോലിക്ക് പോയേ പറ്റുള്ളൂ. അപ്പം ദീപ പറയുന്നുണ്ട്, പണിക്കാരിയായിട്ടല്ലല്ലോ വീട്ടുകാരിയായിട്ട് തന്നെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നോ? അതൊക്കെ കളഞ്ഞു കുളിച്ചത് നിങ്ങളൊക്കെ തന്നെയല്ലേ? അപ്പോൾ അവർ യാചിക്കുകയാണ്, പറ്റിപ്പോയി മോളെ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ ദീപ കല്യാണിയോടും കിരണോടുമായിട്ട് പറയുന്നുണ്ട്, അമ്മയെ ഇവിടെ ജോലിക്ക് വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ കിരണും കല്യാണി അത്ഭുതത്തോടെയാണ് ദീപയെ നോക്കുന്നത്. കാരണം അവർ അത്രയും ഹാർഷായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരോടും സഹതാപത്തോടെ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അതിനുശേഷം ദീപ ഭാനുമതിയോടായിട്ട് പറയാണ്, എൻ്റെ മകളും മരുമകനും അതിന് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ നാട് നീളെ പാടി നടക്കും. അതും പോട്ടെ, എൻ്റെ മോളുടെയും മരുമോൻ്റെയും ശത്രുക്കളെ നിങ്ങൾ ഇവിടത്തേക്ക് വരുത്തും, അവർക്ക് വാതിൽ തുറന്നു കൊടുക്കും. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ കേട്ട് അതിശയത്തോടെ ഭാനുമതിയും ചോദിക്കുന്നുണ്ട്, ദീപേ നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? അപ്പോൾ ദീപയും പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെ. ഇപ്പം തന്നെ എൻ്റെ മോൾ ആശുപത്രിയിലേക്ക് വന്നല്ലോ, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തില്ലേ? ഇനിയും അവർ അങ്ങനെയൊക്കെ സഹായിക്കും. പക്ഷെ നിങ്ങളെയും നിങ്ങളുടെ മോനെയും, ഞാൻ പ്രസവിച്ച എൻ്റെ മോനെയും അടുത്തേന് നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. 2 ചെറുപ്പക്കാരുടെ തലയാ വിക്രം തല്ലി തകർത്തത്. അതിൻ്റെ പേരിൽ ഞാൻ ദൈവങ്ങളുടെ മുന്നിൽ ഒരുപാട് കണ്ണീരൊഴുക്കിയതാ. അവനെപ്പോലെ ഒരുത്തനെ പ്രസവിച്ചതിന് ദൈവങ്ങളോട് മാപ്പ് പറഞ്ഞതാ. ഇനി ഈ പ്രായത്തിൽ എൻ്റെ മോളും മരുമകനും വേദനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അപ്പോൾ അവർ നേരെ കല്യാണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, മോളെ കല്യാണി മോളെ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതാണ് സത്യം, ഇവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. പക്ഷേ അടുത്തു നിർത്താൻ പറ്റിയ കൂട്ടരല്ല ഇവരാരും. സോണിയുടെ വീട്ടിൽ സുഖിച്ച് കഴിയായിരുന്നല്ലോ നിങ്ങളെല്ലാവരും. എന്നിട്ട് അവളുടെ ജീവിതം തകർത്തിട്ടല്ലേ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് അവൾക്കൊരു ജീവിതം കിട്ടിയപ്പോഴോ അവിടെയും ഈ ജയിലിൽ കിടക്കുന്നവൻ പോയി അഴിഞ്ഞാടിയില്ലേ? എന്നിട്ടിപ്പം മോനെ അമ്മയെ പറഞ്ഞ് വിട്ടേക്കുവാ. അപ്പം അവർ സങ്കടത്തോടെ പറയാം, അയ്യോ അവൻ പറഞ്ഞിട്ടല്ല മോനെ ഞാൻ വന്നേക്കുന്നത്. പക്ഷെ ദീപ തീർത്തു പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ പണിക്ക് വരണ്ട. അതുമാത്രമല്ല ഇവിടുത്തെ അവരെ ഓഫീസിലും പോവണ്ട. എങ്കിൽ പിന്നെ ഞാൻ പോവുക. അവർ കരഞ്ഞോണ്ട് പറയുമ്പം കല്യാണി കുറച്ചുകൂടി സഹതാപുണ്ടല്ലോ. കല്യാണി പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് ബാക്കിയുള്ള ബില്ല് കൂടി അടച്ചോളാം. അന്നേരം അത്യാവശ്യം കുറച്ച് പൈസയും തന്നോളാം. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവരവിടുന്ന് പോയതിന് ശേഷം കല്യാണി ദീപയോടും കിരണിനോടുമായിട്ട് പറയുന്നുണ്ട്, ഈ വയസ്സുകാലത്ത് മറ്റു വീടുകളിൽ പണിക്ക് പോക്കി നിർത്താതെ അമ്മുമ്മ ഇവിടെ നിർത്തായിരുന്നു. പക്ഷെ അപ്പോഴും ദീപ പറയുന്നുണ്ട്, വേണ്ട അത് ശരിയാവില്ല മോളെ, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആപത്ത് വിളിച്ചു വരുത്തരുത്, എനിക്കത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഹാർഷായിട്ട് തന്നെയാണ് ദീപ അകത്തേക്ക് പോകുന്നത്. അത് കണ്ടപ്പോൾ കിരണ് പോലും അതിശയാവുകയാണ്. അപ്പം കല്യാണിയോടായിട്ട് കിരണ് പറയുന്നുണ്ട്, നിന്നെപ്പോലെ തന്നെ എല്ലാവരോടും മനസ്സലിയുന്ന കൂട്ടത്തിലായിരുന്നു നിൻ്റെ അമ്മയും. പക്ഷേ ആ അമ്മ പോലും മാറിയ മാറ്റം കണ്ടോ? അപ്പം കല്യാണി പറയുന്നുണ്ട്, എങ്ങനെ മാറാതിരിക്കും കിരണേട്ടാ, അതുപോലുള്ള കാര്യങ്ങളല്ലേ ആ അമ്മയും മകനും കൊച്ചുമോനും കൂടി ചെയ്തത്. നമ്മളായതുകൊണ്ടാ ഇപ്പോഴും ഇങ്ങനെ കരുണ കാണിക്കുന്നത്. മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ ഇതുപോലെ സഹായിക്കാനുള്ള മനസ്സൊന്നും കാണിക്കില്ലായിരുന്നു. ഭാനുമതി അവിടുന്ന് നേരെ പോയത് ശാരിയുടെയും സരിയുടെയും അടുത്തേക്കാണ്. അവർ അകത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ സങ്കടത്തോടെ അവർ പറയാണ്, ഒന്നും പറയണ്ട മോളെ, ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുക. പ്രകാശൻ്റെ കാര്യം അറിയാലോ, ഇനിയിപ്പോൾ ഉടനെ ഒന്നും അവനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവൻ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നാലും ജീവിക്കണ്ടേ, മരുന്നൊക്കെ വാങ്ങിക്കണ്ടേ, അതുകൊണ്ട് തെണ്ടാൻ വന്നതാ. അപ്പം സരയു ചോദിക്കുന്നുണ്ട്, തെണ്ടാനോ? ആ ഒരു ജോലി ചോദിച്ച് വന്നതാ അപ്പുറത്തെ വീട്ടിൽ. അവിടെ വീട് പണിക്ക് ആളുണ്ടെന്നറിയാം, എങ്കിലും അവർക്കൊരു കമ്പനി ഉണ്ടല്ലോ, അവിടെ തൂത്തു തുടക്കാനൊക്കെ ആളെ വേണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ പോയി ചോദിച്ചതാ. പക്ഷെ ഒരു കാരണവശാലും ജോലി തരത്തില്ലെന്ന് പറഞ്ഞത് ആരാ? കിരണും കല്യാണിയൊന്നും അല്ല, എൻ്റെ മരുമോളാ ദീപ. അപ്പം ശാരിയും പറയുന്നുണ്ട്, മോളുടെയും മരുമോൻ്റെയും കൂടെ കൂടിയ ശേഷേ അവൾക്ക് ഇത്തിരി തലക്കരം കൂടിയിട്ടുണ്ട്. ഞങ്ങളെ കാണുന്നൊന്നും പിടിക്കത്തില്ല. അതെ അതെ, കാറ് തുപ്പുന്നില്ലെന്നേ ഉള്ളൂ സരിയും പറയുന്നുണ്ട്. അപ്പം ഭാനുമതി പറയാ, എൻ്റെ പ്രകാശൻ്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് ഞാൻ കല്യാണിയെ മാത്രമേ വെറുത്തിട്ടുള്ളൂ, അവളെ പൊന്നുപോലെയാണ് നോക്കിയത്. അവൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നന്ദികേട് കാണിച്ചത് അവള്. പൈസക്ക് ഒരുപാട് ആവശ്യമുണ്ട് മക്കളെ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സരി അകത്ത് പോയിട്ട് പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശാരിനോട് പറയുന്നുണ്ട്, ഇപ്പം എന്തെങ്കിലും തരുവാണെങ്കിൽ അത് കടായിട്ട് കൂട്ടിക്കോ, ഇപ്പം എനിക്ക് തിരിച്ചു തരാൻ നിവൃത്തിയില്ല, എന്തെങ്കിലും ജോലി ചെയ്ത് ഞാനതൊക്കെ വീട്ടിക്കോളാം. പ്രകാശൻ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാനിവിടെ ജോലിക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശാരി പറയുന്നുണ്ട്, അത് മോളോടും മരുമോനോടും ഒക്കെ ആലോചിക്കണം, എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു മാർഗ്ഗവും ഇല്ലാത്തത് കൊണ്ടാണ് മോളെ ഞാനീ പറയുന്നത്. മനസ്സിലായി, നിങ്ങളുടെ ഈ ആവശ്യം സ്വന്തക്കാർ പോലും കേട്ടില്ലല്ലോ. അപ്പോൾ അവർ പറയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ സ്വന്തം എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല മോളെ, അന്യരും അയൽക്കാരും ഒക്കെയാണ് പലപ്പോഴും ഞങ്ങളെ സഹായിക്കുന്നത്, അതാ എൻ്റെ അനുഭവം. അത് ശരിയാ, പക്ഷെ ഇവിടെ ഞങ്ങളുടെ അയൽക്കാരായിട്ട് താമസിക്കുന്നവരെ ഒന്നും കണി കാണാൻ പോലും കൊള്ളത്തില്ല. അപ്പം ഭാനുമതിയും പറയുന്നുണ്ട്, ഒന്നിൻ്റെ മനസ്സ് കൊള്ളത്തില്ല മോളെ, പിന്നെ കാഴ്ച കാണാൻ കൊള്ളാമോ? അപ്പോഴേക്കും സരി പൈസയും കൊണ്ട് വന്നപ്പം അവർ പൈസയൊക്കെ വാങ്ങി കണ്ണിലൊക്കെ തൊട്ട് തൊഴുകയാണ്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, മോളെ ഇവിടെ ജോലിക്ക് നിന്നോട്ടെ എന്നാ ചോദിക്കുന്നേ.
അപ്പോൾ സരിയും ഒന്ന് ആലോചിച്ചതിന് ശേഷം ആ കൗശലത്തോടെ പറയുന്നുണ്ട്, ആ അപ്പുറത്ത് നാട്ടിൽ വിട്ടല്ലേ, എന്തെങ്കിലും ജോലിക്ക് പോകുന്നത് വരെ നിങ്ങളുടെ മോനൊന്ന് ലെവലാകുന്നത് വരെ ഇവിടെ ജോലിക്ക് നിന്നോ. അപ്പോൾ ശാരി പറയുന്നുണ്ട്, പിന്നെ നിൽക്കുന്നതൊക്കെ കൊള്ളാം, അയലത്ത് കൊച്ചുമോനും മരുമോനും ഒക്കെ ഉണ്ടെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കയറി പോവരുത്, അവരുമായിട്ടൊന്നും സംസാരിക്കാനും നിൽക്കരുത്. അപ്പം ഭാനുമതി കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ അങ്ങോട്ട് നോക്കത്ത് പോലുമില്ല, നന്ദി കെട്ട സാധനങ്ങളെയൊക്കെ എന്തിനാ മോളെ നോക്കുന്നത്. അപ്പോൾ സരി ചോദിക്കുന്നുണ്ട്, പ്രകാശൻ ഡിസ്ചാർജ് ചെയ്യാനായോ? ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാലും അവൻ്റെ മോൻ ജയിലല്ലേ, കുഴപ്പമില്ലാതിരിക്കുമോ? അവൻ ഓരോ ദിവസം കഴിയും തോറും തകർന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ആരോരും ഇല്ലാതെ ഈ പ്രായത്തിൽ ഞാൻ അലഞ്ഞു തിരിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ സരി പറയുന്നുണ്ട്, ഞങ്ങളെ സ്നേഹിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ നിൽക്കാം, വരാം, ജോലി ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എടുത്ത് കഴിക്കുകയും ചെയ്യാം, അതുപോരാതെ മാസാമാസം ഒരു ശമ്പളം കയ്യിൽ വെച്ച് തരികയും ചെയ്യും. അപ്പം ഭാനുമതി പറയുന്നുണ്ട്, മോൾക്ക് കോടി പുണ്യം കിട്ടും, മോളുടെ പോലത്തെ നല്ല മനസ്സാ കല്യാണിക്കും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ജയിലിൽ ഒരു ചെറുക്കം കിടക്കുക, അമ്മ എന്ന് പറയുന്നവൾ പോലും അതിനെപ്പോയി ഒന്നും കണ്ടിട്ടില്ല. എന്തിനാ പറയുന്നത്, അവൻ്റെ പെങ്ങളെന്ന് പറയുന്നവളല്ലേ അവനെ ജയിലിൽ കയറ്റിയത്. പ്രകാശനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നാൽ ഞാൻ വന്നോളാം ഇവിടെ ജോലിക്കെന്നും പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അതിനുശേഷം ശാരി സരിനോട് ചോദിക്കുന്നുണ്ട്, അവരെ ഇവിടെ ജോലിക്ക് വെച്ചത് ശരിയായോ? എന്തുകൊണ്ടും ശരിയായി. അയലത്തെ ദുഷിച്ച ജന്മങ്ങൾ നമ്മളെ ജയിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് കല്യാണി എന്ന് പറയുന്നവരുടെ അമ്മുമ്മയെ ഇവിടെ ജോലിക്ക് വെക്കുന്നത് നമ്മുടെ വിജയ അമ്മേ. അത് ശരിയാ, അവളെ എൻ്റെ മുറ്റം തൂപ്പിക്കണമെന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുള്ളതാ. അവൾ കാണുക അവളുടെ അമ്മുമ്മ നമ്മുടെ മുറ്റം തൂക്കട്ടെ, അടുക്കളപ്പണി ചെയ്യട്ടെ. അവളിങ്ങനെ പടർന്ന് പന്തലിച്ച് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ അവളോട് പ്രതികാരം ചെയ്യാൻ പറ്റൂ.